കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയുടെ ഏറ്റവും കൂടുതൽ വിധേയത്വം കാണിച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ ക്യാപ്റ്റനായിരുന്ന ഗോവൻ സ്വദേശി ജസൽ കാനേറോ. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോട് കാണിച്ച ലോയൽറ്റി ഒന്നും മറ്റാരും കാണിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. കുറേയധികം വിദേശ താരങ്ങളും അത്രത്തോളം ലോയൽറ്റി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ജോജ പെരേര ഡയസിന്റെ കാര്യത്തിൽ ഒരു കഥ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗ്സിനെ വെള്ളപ്പന്നി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങൾ വ്യാപകമാകുന്നുണ്ട്. വംശീയ അധിക്ഷേപമാണ് ജസൽ നടത്തിയത് എന്ന തരത്തിൽ കുറേ നന്മമരങ്ങൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി അങ്ങനെ പറയാനുള്ള കാരണം ഈ ഒരു ക്ലബിൻ്റെ ഏറ്റവും ദുരവസ്ഥയ്ക്ക് കാരണം കരോലിസ് കിംഗിസ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം മാനേജ്മെൻറ്റ് കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചാണ് കിംഗിസ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതെങ്കിൽ പോലും യാതൊരു ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഇല്ലാത്ത കുറേ ആളുകളെ ക്ലബിൻ്റെ തലപ്പത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒഡീഷയിൽ നിന്നൊരു ചാറ്റർജിയെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് അവനവൻ്റെ കുടുംബക്കാരെ മൊത്തം ഈ ഒരു ക്ലബ്ബിൽ വലിച്ചു കയറ്റിയിട്ടുണ്ട് കീ പൊസിഷൻസിൽ. അതോടെ നിൽക്കട്ടെ, ക്ലബ്ബിൽ എന്തൊക്കെ തരത്തിലുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇമാതിരി പൊട്ടത്തരത്തിലുള്ള സാധനങ്ങൾ അടിച്ച് കയറ്റി കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ വല്ലതും വലിച്ച് കയറ്റി ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്നാണ് പുള്ളി പറയുന്നത്. ആക്ച്വലി ഡ്രഗ് അഡിക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് കരോലിസിനെ ആയിരിക്കില്ല, മറ്റു ചില ആളുകളെയൊക്കെ തന്നെ ആയിരിക്കും. പലതും വലിച്ചു കയറ്റിയിട്ട് പല ഡോമിനേഷനും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തലപ്പത്തിരിക്കുന്നത് നമുക്കറിയാം. ഏതായാലും കരോലിസ് കിംഗ്സിനെ വെള്ളപ്പന്നി എന്ന് പുള്ളി വിളിച്ചിട്ടുണ്ട്. ആളൊരു സുപ്രീം ലീഡറിനെ പോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തലപ്പത്ത് കടന്ന് ഓരോ ആളുകളെ കൊണ്ടുവരുന്നു, പുറത്താക്കുന്നുണ്ട്. സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന പണി പുള്ളിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഒഡീഷയിൽ നിന്ന് അഭികേട്ടായി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഏട്ടായി എന്തോ കാണിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാത്തിനും കാരണം കരോലിസ് ആണ് എന്നാണ് ജസൽ പറയുന്നത്. പക്ഷേ എനിക്ക് കരോളിസിനെക്കാട്ടിലും മറ്റു ചിലരെ കുറ്റം പറയാൻ തോന്നുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം.